നമ്മളിൽ ചില ആളുകൾ വാഹനം വാങ്ങിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഉദാഹരണത്തിന് സീറ്റ് കവർ ഇടാറുണ്ട്, സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്പ് ചെയ്യാറുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലെ കഥാനായകൻ അദ്ദേഹം ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു W123 വാങ്ങിയിട്ട് അതിൻ്റെ സീറ്റൊക്കെ ലെതർ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു അപ്ഗ്രഡേഷനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം പിന്നീട് ലോകമറിയപ്പെടുന്ന ഒരു മോഡിഫിക്കേഷൻ കമ്പനി സ്ഥാപിച്ചു എന്നുള്ളതാണ്. കഥാനായകൻ്റെ പേര് കുറോസോ മൻസൂരി എന്നാണ്. മെർസിഡീസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെയും ലംബോർഗിനി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെയും റോൾസ് റോയ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെയും ഒക്കെ മോഡിഫിക്കേഷൻ്റെ കാര്യത്തിൽ പിൽക്കാലത്ത് ലോക പ്രശസ്തമായിട്ടുള്ള മൻസൂരി എഡിഷനുകൾ വാഹന ലോകത്ത് വന്നു തുടങ്ങിയത് ഇങ്ങനെയാണ് എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മൻസൂരി എന്ന് പറയുന്ന ജർമ്മൻ നിർമ്മാണ കമ്പനിയെക്കുറിച്ചും അവർ ചെയ്തെടുത്ത ഒരു ഉറൂസിനെ കുറിച്ചുമാണ്. ഈ വീഡിയോ ചരിത്രവും വർത്തമാനവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറയാം. കാരണം നമ്മൾ കുറച്ച് വീഡിയോയിലായിട്ട് ഇൻവോൾവ്മെൻറ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഈ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നുണ്ടാണ്. ഇൻവോൾവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ്. അതായത് ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്തുന്ന സ്മെല്ലുകളില്ല, തലവേദന ഉണ്ടാക്കുന്നില്ല, സ്മെല്ല് അഡ്ജസ്റ്റ് ചെയ്യാം, കുറഞ്ഞ പൈസയുള്ളൂ, 300 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസ കാലയളവോളം ഉപയോഗിക്കാം. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാഗ്രൻ്റാണ്. ഈ ഫ്രാഗ്രൻ്റ് കുറച്ചുകൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐസ് ഉള്ള സ്ഥലത്തൊക്കെ പോയ സമയത്ത് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അങ്ങനത്തെ തരത്തിലുള്ളൊരു സ്മെല്ലാണ്. അപ്പം നേരത്തെ മസ്കും അതുപോലെ തന്നെ സിട്രോസും ഒക്കെ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്രാഗ്രൻ്റ് ഉപയോഗിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മളൊരു കൂപ്പൺ കോഡ് കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു 10% ഡിസ്കൗണ്ടും കിട്ടും. ശരിക്കും ഈ മോഡിഫിക്കേഷൻ കലയിൽ 2 ടീമാണ് ലോക പ്രശസ്തം എന്ന് പറയാം. ഒന്ന് ബ്രാബസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയും, അവരെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്താണ് മൻസൂരി. ഇവർ ഫസ്റ്റ് ആരാണ് സെക്കൻഡ് ആരാണെന്നുള്ള ഒരിതില്ല, 1-2 പറഞ്ഞു എന്ന് മാത്രം. ശരിക്കും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാർബൺ ഫൈബർ വർക്കുകൾ, അതുപോലെ തന്നെ ലെതർ വർക്കുകൾ, ട്യൂണിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബോഡി വർക്ക്സ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉറൂസിൻ്റെ ഹുഡല്ല ഇതിനകത്തുള്ള, കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ ഹുഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ ആൻസെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊരു ഇൻറ്റീരിയർ കളർ ടോണോട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മൻസൂരി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. സാധാരണ ഇതിൽ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലംബോർഗിനിയുടെ ലോഗോ ആണ്, പക്ഷേ ലംബോർഗിനിയുടെ ലോഗോ മൊത്തം അവരെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ പിന്നെ ഇങ്ങോട്ട് നോക്കി ഈ ബമ്പറിൻ്റെ സൈഡിലേക്കോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഉറൂസാണ് എന്ന് പറയാത്ത തരത്തിലാണ് ഈ ബോഡി വർക്കുകൾ വന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ കൊണ്ട് ചെയ്തെടുത്തതാണ്. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മൻസൂരി എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ടീമിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഈ കാർബൺ ഫൈബറുകൾ കംപ്ലീറ്റ്ലി ഇവർ തന്നെ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഇവർ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, കാർബൺ ഫൈബർ ഉണ്ടാക്കുന്നത് അവരുടെ അച്ചിൽ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ്. ആ ഒരു ബമ്പറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ആ ഒരു ഹെക്സഗണൽ ഡിസൈനൊക്കെ പാടെ ഇല്ലാണ്ടായി പോയി എന്ന് തന്നെ പറയാം അല്ലേ. ആ തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ റഡാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ കേട്ടോ, ഇതൊക്കെ ആ ഒരു യെല്ലോ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഒരു വിങ്സിൻ്റെ ഒരു ഭാഗം പോലെയൊക്കെ കൊടുത്ത് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഉറൂസ് അല്ല ഇത് എന്ന് നിർബന്ധമായിട്ടും നമ്മൾ പറയേണ്ടി വരും. കാരണം അത്രമാത്രം ചേഞ്ചസുകൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൻസൂരി എഡിഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യത്തെ അവരുടെ സ്കിൽ ഈ ബോഡി വർക്കാണ്, കാർബൺ ഫൈബർ ബോഡി വർക്ക്സ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും സാധാരണ നമ്മൾ കണ്ട ഉറൂസിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗമൊക്കെ കണ്ടോ, കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കിലേക്കുണ്ട്. സ്പോർട്ടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ലുക്ക്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു 24 ഇഞ്ച് വീല് കാണാം. ആ വീലും മൻസൂരി വീലുകളാണ്. അതിനകത്ത് മൻസൂരി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള വീലിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീൽ, അത് ഫുള്ളി ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു മൻസൂരി എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ശരിക്കും മൻസൂരിയുടെ ബാഡ്ജിങ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ലംബോർഗിനി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആകെ 1-2 സ്ഥലത്ത് മാത്രമാണ് ഞാൻ കണ്ടത് എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ട് ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലിനകത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയാറില്ല സാധാരണ ഗതിയിൽ മണി നമുക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഐ നീഡ് സംതിങ് യുണീക്ക്. ചില ആൾക്കാർ പറയാറുണ്ട് പൈസ ഒരു പ്രശ്നമല്ല, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനം വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും ഈ ഒരു ട്യൂണിങ് സിസ്റ്റം വരുന്നത്. അതായത് മൻസൂരി എന്ന് പറയുന്ന ടീം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ പ്രശ്നമല്ല, നമ്മൾ സംതിങ് യുണീക്കായിട്ട് തരാം. അപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്.
നമുക്കിപ്പം എല്ലാത്തിനും കോപ്പി കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കിറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇത് മൻസൂരി എന്ന് പറയുന്ന ടീം ലംബോർഗിനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നേരിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇത് ബാക്കിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു അഗ്രസീവ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഭയങ്കര ഒരു ജയൻറ്റ് ഫീലുള്ള ഒരു സ്പോയിലർ യൂണിറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ റൂഫ് സ്പോയിലർ നോക്കിയാൽ അതും സാധാരണ ഉള്ള സ്പോയിലറിൻ്റെ മുകളിൽ ഒരു സ്പോയിലർ കൂടി വെച്ച രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പമ്പറും കാര്യങ്ങളൊക്കെ പാടെ മാറ്റിയിട്ടുണ്ട്. ഇത് ഭയങ്കര എയറോഡൈനാമിക് സില്ലുകളോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സോ സിസ്റ്റത്തെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പം ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റൂബീസിലാണ്. സ്റ്റൂബീസ്.e നേരത്തെ ഒക്കെ വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ആ ഒരു പാർക്കിംഗ് സ്ലോട്ടിലായതുകൊണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ത്രികോണ സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു എക്സോസ് ടിപ്പാണ്. അത് കാർബൺ ഫൈബറിനകത്തും അതുപോലെ തന്നെ മൻസൂരിയുടെ തന്നെ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഇവിടെ ഉണ്ടോ ലംബോർഗിനി എന്നുള്ള പേര് പാടെ ഒഴിവാക്കിയിട്ട് മൻസൂരി എന്നുള്ളൊരിതാണ്. അതുപോലെ ഇതെല്ലാം കാർബൺ ഫൈബറിലാണ് ബിൽഡ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്ന് കാർബൺ ഫൈബർ വർക്ക്സ്, പിന്നെ അതുപോലെ തന്നെ വീല്. ഇനി ഇൻറ്റീരിയർ നോക്കാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യെല്ലോ ലെതർ ടോണാണ് എന്നുള്ളതാണ്. ഇതിനൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെതറും ഇവർ ഇൻഹൗസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല മൻസൂരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പണ്ടൊരു ഷൂ ഫാക്ടറി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് വായിച്ചറിഞ്ഞൊരു കഥയാണ്. അപ്പം ലെതറുമായിട്ട് അവർക്ക് ആദ്യം മുതലേ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ലെതർ പ്ലേസ്മെൻറ്റിനും ചില രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഫ്ലോറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ്ലി ലെതർ റാപ്പിഡാണ്. അപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം സീറ്റ് കവർ അടിക്കുക എന്നുള്ള സിസ്റ്റം അല്ല, ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് A to Z റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഡോർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണുന്നത് ലെതർ എല്ലാം തന്നെ അവർ ലംബോർഗിനിയുടെ ലെതറിനെടുത്ത് ഒഴിവാക്കിയിട്ട് പകരം ലെതർ ചെയ്തേക്കാണ് എന്നുള്ളതാണ്. ബട്ടൺസ് കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ് വന്നിട്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റാപ്പിംഗ് കാണാം. ശരിക്കും നമ്മൾ സാധാരണ കണ്ട ലംബോർഗിനിയുടെ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ചെറിയ ഡിഫറൻസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് മൊത്തം റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കിതിനകത്തൊന്ന് കയറിയിരിക്കാം. യെസ്, സീറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു കുറച്ചും കൂടി ഒരു കംഫർട്ട് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മെറ്റീരിയൽ പാടെ മാറി കുറച്ചുകൂടി ഒരു ലെതർ മെറ്റീരിയൽ വരുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇരിക്കുന്ന സമയത്തുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചവിട്ടാൻ തോന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന അതേ കംഫർട്ടുള്ള ലെതർ സാധനങ്ങളാണ് താഴെ ഫ്ലോറിലും കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതായത് സംതിങ് യുണീക്കായിട്ട് എനിക്ക് വേണം. അത് സാധാരണഗതിയിലുള്ള ഒരു ഉറൂസ് വേണ്ട, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു റോൾസ് റോയ്സ് വേണ്ട, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു ബെന്റ്ലി വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ സിസ്റ്റം വരുന്നത്. അപ്പം ഒരു പക്ഷേ ഇപ്പം നമ്മൾ പണ്ടൊരു ജിംനി ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്രാബസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിംനിക്ക് ആകെ 75,000 ദിർഹമാണ് വില, പക്ഷേ ബ്രാബസ് ചെയ്യാൻ 1 മില്യൺ ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, ചെറിയ ഗെയിം അല്ല എന്ന് ചുരുക്കം. ഇനി ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബറുകൾ വന്നു എന്നുള്ളതിനെ അപേക്ഷിച്ച് വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയാനില്ല. ആ ലെതർ ടോൺസ് കാര്യങ്ങൾ ഇവിടെ അവർ ലംബോർഗിനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ടു മൻസൂരി, അവിടെയെങ്കിലും നിങ്ങൾ കൊടുത്തല്ലോ. അതേപോലെ തന്നെ ഇവിടെ സ്റ്റിയറിംഗ് വീലിനകത്ത് ലോഗോയും ലംബോർഗിനിൻ്റെ കൊടുത്തിട്ടുണ്ട്. കടപ്പാടുണ്ട്, നന്ദിയുണ്ട്, നന്ദി. ഇനി അത് സെൻട്രൽ കൺസോളൊക്കെ ആ ഒരു കാർബൺ ഫൈബർ വന്നു എന്നുള്ള ചേഞ്ച്, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെതർ വന്നു എന്നുള്ള ചേഞ്ചസ് അല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇവിടെ ഒരു മൻസൂരി ബാഡ്ജിങ് ഉണ്ട് കേട്ടോ. അതായത് ആ അറ്റത്തായിട്ട് നമുക്കൊരു മൻസൂരി ബാഡ്ജിങ് കാണാം. ഈ മൻസൂരി ബാഡ്ജിങ് അവർ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൽ കൊടുത്തിട്ടുണ്ട്, പെഡൽസിൽ വരെ മൻസൂരി ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങിൽ ശ്രദ്ധ അങ്ങനെയാണെന്നുള്ളതാണ്. ഇത് സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്തും ബെഞ്ച് ടൈപ്പ് സീറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ലെതർ റിച്ച്നെസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാം. ഇതൊക്കെ കയറി ഇതിൻ്റെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നത് കൊണ്ട് തന്നെ ഞാനതങ്ങനെ വീണ്ടും കയറി വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ഫ്ലോറിലൊക്കെ ലെതർ വന്നുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ളി യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഡിഫറൻസ്. അതാണ്. പിന്നെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സീറ്റിൻ്റെ കംഫർട്ട്നെസ്സും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ മറ്റൊരു പ്രത്യേകത, അതായത് ഇപ്പോൾ നമ്മൾ 3 പ്രത്യേകതകൾ പറഞ്ഞു. കാർബൺ ഫൈബർ ബോഡി വർക്ക്സ്, അത് ഇവർ തന്നെയാണ് ഇൻഹൗസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. വീലുകളെ കുറിച്ച് പറഞ്ഞു, അത് ഇവരുടെ വീലുകളാണെന്ന് പറഞ്ഞു. ലെതർ റാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഇവർ തന്നെയാണ് അത് ലെതർ ഉണ്ടാക്കുന്നത്, ഇവരുടെ ഷൂ ഫാക്ടറി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എൻജിൻ ട്യൂണിങ്ങും കൂടി ഇവർ ചെയ്യുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു 4 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്, V8 ആണ് വരുന്നത്, ട്വിൻ ടർബോ ആണ് വരുന്നത്. പക്ഷേ 750 ഹോഴ്സ് പവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ഉറൂസ് നമുക്കൊരു 640, 650 ഒക്കെയാണ് വരിക. പക്ഷേ അതിനേക്കാളും 100 ഹോഴ്സ് പവർ കൂടുതലായിട്ട് ഈ വാഹനത്തെ ട്യൂൺ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലൊരു സംഭവം കാണാം, മൻസൂരി പെർഫോമൻസ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് കൂടെ കാണാം. അതുപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ മൻസൂരി. ഇവിടെ സാധാരണഗതിയിൽ ലംബോർഗിനിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ ലംബോർഗിനി ഒഴിവാക്കിക്കൊണ്ട് അവിടെയും ലംബോർഗിനി എന്നുള്ളത് വെച്ചിട്ടില്ല. എപ്പോഴും താങ്ക്സ് ടു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡാഷ് ബോർഡും. പിന്നെ ഈ ഒരു
ഭാഗമൊക്കെ കണ്ടു ശരിക്കും ആ ഒരു കാർബൺ ഫൈബറിനെ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാർബൺ ഫൈബർ ആ ഒരു ഫൈബർ നൂല് പോലെയല്ലേ, പക്ഷേ അതിൻ്റെ മറ്റേ പോസ്റ്റ് പ്രോഡക്റ്റ് പോലത്തെ സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. കൊള്ളാം. ബാക്കി എലമെൻറ്റ്സ് ഒക്കെ ഹൈഡ്രോളിക് സ്ട്രട്ട്, അതുപോലെ തന്നെ പെർഫോമൻസ്, സ്റ്റൈല്, ഓഡിയുടെ പ്ലാറ്റ്ഫോം, അവരുപയോഗിച്ച എൻജിൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സാധാരണ ഒരു ഉറൂസിനേക്കാളും എന്തായാലും വില വ്യത്യാസം ഈ വാഹനത്തിനുണ്ടാവും. ഇവിടെ UAE ഇതിൻ്റെ വില 2 മില്യൺ ദിർഹമാണ്. 22 രൂപ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടല്ല, കാൽക്കുലേറ്റ് ചെയ്ത് പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാണ് മൻസൂരി എന്ന് പറയുന്ന മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ മൻസൂരി എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ കമ്പനി. ലോക പ്രശസ്തമാണ്. റോൾസ് റോയ്സ്, ബെൻലി, മെർസിഡീസ്, അതുപോലെ തന്നെ ലംബോർഗിനി തുടങ്ങിയിട്ടുള്ള നിർമ്മാണ കമ്പനികളിൽ നിന്ന് വാഹനമെടുത്ത് ഇവരുടേതായ രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാഡ്ജിക്ക് നമുക്ക് ബാക്കിൽ കാണാം P740 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഒരു ലെഗസിയെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മൻസൂരി എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ കമ്പനിയെക്കുറിച്ചും അവർ ചെയ്തെടുത്ത ഉറൂസിനെ കുറിച്ചുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊറോസോ മൻസൂരിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.